നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിമിഷ നേരം മതി ഒരാളുടെ ജീവൻ ഇനി അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സോഷ്യൽ മീഡിയയ്ക്ക് തീരുമാനിക്കാൻ. കഴിഞ്ഞ ദിവസം വരെ രഞ്ജിത്ത് ഇസ്രായേൽ എല്ലാവർക്കും സൂപ്പർ ഹീറോയായിരുന്നു. എന്നാൽ അതേ സോഷ്യൽ മീഡിയ തന്നെ രഞ്ജിത്ത് ഇസ്രായേലിനെ കൊന്നു കുഴിച്ചു മൂടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. തനിക്കൊണം കാണിച്ചിരിക്കുകയാണ് മലയാളികൾ. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ ആളായിരുന്നു രഞ്ജിത്ത് ഇസ്രായേൽ. മണ്ണിടിഞ്ഞ ഭാഗത്തെ തിരച്ചിലിന് ആദ്യം മുതലേ രഞ്ജിത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഇടപെടലാണ് അർജുന്റെ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചത് എന്നാണ് സൈബറിടം ഇപ്പോൾ പറയുന്നത്. ലോറി മണ്ണിനടിയിൽ തന്നെയുണ്ട്, എനിക്കൊരു സഹകരണവും കിട്ടുന്നില്ല, ഞാൻ പറഞ്ഞ ഒന്നും വിട്ടുതരുന്നില്ല എന്ന് രഞ്ജിത്ത് തുടക്കം മുതലേ പറഞ്ഞു വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം 80% മാത്രമേ മണ്ണ് മാറ്റിയിട്ടുള്ളൂ എന്നും ലോറി ഇതിനകത്ത് തന്നെ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്നും രഞ്ജിത്ത് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ കർണാടക പോലീസും സൈന്യവും വിശദീകരിച്ചത് 90% മണ്ണ് മാറ്റിയിട്ടുണ്ട്, ഇവിടുന്ന് ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പുഴയിൽ കൂടുതൽ ഊർജിതമായി തന്നെ അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ് എന്നാണ്. എന്നാൽ രഞ്ജിത്ത് അപ്പോഴും ആവർത്തിച്ചു പറഞ്ഞത് പുഴയിൽ അന്വേഷണം അത്ര വ്യാപകത്തിൽ വേണ്ട, ഇവിടെ തന്നെ ഈ കരയിൽ തന്നെ ഒന്നുകൂടി നമുക്ക് ശ്രമിക്കാം എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവ പാഠവും സമ്പത്തും ഒക്കെ വെച്ചാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞത്. മനുഷ്യന്മാരാണ്, തെറ്റുപറ്റാം, തെറ്റുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടാറുമുണ്ട്. പക്ഷേ ഒരു സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ് കഴിയുന്നതിന് മുന്നേ തന്നെ അതേ സോഷ്യൽ മീഡിയ തന്നെ ഇപ്പോൾ കുറ്റം പറയുകയാണ്. ഇനി മേലാ നിങ്ങൾ വാ തുറക്കരുത്, ഒരിടത്തും പോയി അഭിപ്രായം പറയരുത് എന്നാണ് പറയുന്നത്. രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള മനുഷ്യന്മാരാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം, അദ്ദേഹം ആവേശത്തോടുകൂടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇറങ്ങിച്ചെന്നത്. ഇന്ന് ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുൻപുള്ള പല ദൗത്യത്തിലും അദ്ദേഹം വിജയിച്ചിരുന്ന ചരിത്രം നമ്മൾ മറന്നുകൂടാ. ഓരോ നേരത്തും തോന്നുന്നത് അയാൾ പറയുന്നു. അയാൾ സംസാരിക്കുന്നത് മലയാളമായതിനാൽ തന്നെ അയാൾക്ക് ഇഷ്ടം പോലെ സ്പേസ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഏതൊരു നാടിനും അതിൻ്റെതായ സിസ്റ്റം ഉണ്ട്. അതല്ലാതെ നിങ്ങളുടെ സങ്കല്പത്തിലെ പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ഷടിക്കരുത് എന്നാണ് സൈബറിടം ഇപ്പോൾ കുറ്റപ്പെടുന്നത്. ആവേശവും ഷോ ഓഫും പാടില്ല എന്നും അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്നും സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തുകയാണ്. രഞ്ജിത്ത് ഇസ്രായേലിനെ പരിഹസിച്ച സിനിമാ നിരൂപകനും യൂട്യൂബറുമായ അശ്വന്ത് കോക്കൊക്കെ വരികയാണ് രംഗത്ത്. ഫേസ്ബുക്കിലൂടെയാണ് ഈ അശ്വന്ത് കോക്കിന്റെ അധിക്ഷേപം. നിരവധി പേർ അശ്വന്ത് കോക്കിനെ വിമർശിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ രഞ്ജിത്ത് പലസ്തീൻ, ഞാനിപ്പോൾ ഇങ്ങ് മല മറച്ചിടും ഞാൻ എന്നാണ് അശ്വന്ത് കോക്ക് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അവൻ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുന്നുണ്ടെന്ന് വെക്കാം, പക്ഷെ നീയോ? എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് നീ കാണിക്കുന്നത്? നീ വാസ്തവത്തിൽ ഈ സമൂഹത്തിലെ വെറും മാലിന്യമാണ്. സാമൂഹിക വിരുദ്ധനാണ് നീ വന്നതും വളർന്നതും ആയിരിക്കുന്നതും എന്നാണ് പോസ്റ്റിന് താഴെ വരുന്ന ഓരോരുത്തരുടെയും കമന്റുകൾ. അർജുന്റെ ലോറി കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ ഇപ്പോൾ അർജുന്റെ കുടുംബത്തിനും രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത് ഇസ്രായേലിനെ എങ്ങനെയാണോ ചവിട്ടി തേക്കുന്നത് അതിനേക്കാൾ ഒരുപടി മുകളിലാണ് അർജുന്റെ കുടുംബത്തെ ഇപ്പോൾ ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുന്നത്. അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണമാണ്. ഇതിനെ തുടർന്ന് അർജുന്റെ അമ്മ ഇപ്പോൾ അല്ലെങ്കിൽ അർജുന്റെ കുടുംബം ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. അർജുന്റെ അമ്മ സൈന്യത്തെ ഉൾപ്പെടെ വിമർശിച്ച് വൈകാരികമായി സംസാരിച്ചതോടുകൂടിയാണ് ഒരു വിഭാഗം ഇവർക്കെതിരെ തിരിഞ്ഞത്. ഇതോടെ ഇവർ മാധ്യമങ്ങളെ കാണുന്നതിന് പോലും കഴിഞ്ഞ ദിവസം വിമുഖത കാണിച്ചു. കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നിരവധി പേരാണ് ശിരൂരിലേക്ക് പോയത്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നവരാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റുമുട്ടുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനുള്ള രഞ്ജിത്ത് ഇസ്രായേലിനെയും രൂക്ഷമായി ആക്രമിക്കുകയാണ്. വഴിതെറ്റിച്ചോ കേരളത്തിലെ രക്ഷാപ്രവർത്തകർ എന്ന ചോദ്യമാണ് ഉയർന്നത്. 16-ന് അർജുനെ കാണാതായെങ്കിലും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും തെരച്ചിൽ നടപടികൾ കാര്യക്ഷമമല്ല എന്ന ആരോപണം ഉയർന്നു. കുടുംബം MK രാഘവൻ MP ഉൾപ്പെടെയുള്ളവരെ കണ്ടതിന് ശേഷം തെരച്ചിലിന് കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് വേഗം വന്നത്. മാധ്യമങ്ങളുടെ ഇടപെടലും രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂട്ടി. കർണാടകയുടെ തെരച്ചിൽ കാര്യക്ഷമമല്ല എന്ന വാർത്ത വന്നതോടെ കേരളത്തിൽ നിന്ന് ചില സന്നദ്ധ പ്രവർത്തകർ ശിരൂരിലേക്ക് തിരിച്ചു. മന്ദഗതിയിലായിരുന്നുവെങ്കിലും പുഴയുടെ തീരത്തോട് ചേർന്നായിരുന്നു കർണാടക തെരച്ചിൽ നടത്തിയിരുന്നത്. ചൊവ്വാഴ്ച തന്നെ 4 മൃതദേഹങ്ങൾ കർണാടക കണ്ടെത്തി. എന്നാൽ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയതോടുകൂടി കരഭാഗത്ത് ചേർത്ത തെരച്ചിൽ നടത്താൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നാണ് കർണാടക പറയുന്നത്. വാഹന ഉടമയും കേരളത്തിൽ നിന്ന് ചെന്നവരും ചേർന്ന് കർണാടക സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി കരഭാഗത്ത് തെരച്ചിൽ നടത്തി ദിവസങ്ങളോളം കളഞ്ഞുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ആരോപണം. കർണാടകയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിരുന്നു ശരിയെന്നും ഇക്കൂട്ടർ പറയുകയാണ്. കാരണം ബാക്കി മൃതദേഹങ്ങളും ടാങ്കർ ലോറിയുടെ ബുള്ളറ്റും ലഭിച്ചത് നദിയിൽ നിന്നായിരുന്നു. GPS പ്രവർത്തിച്ചുവെന്നും എഞ്ചിൻ സ്റ്റാർട്ടായിരുന്നുവെന്നും ഫോൺ റിംഗ് ചെയ്തുവെന്നും എല്ലാമുള്ള പ്രചാരണങ്ങളെയും ഇക്കൂട്ടർ ചോദ്യം ചെയ്യുന്നുണ്ട്. ലോറിയുടേത് അത്യാധുനിക ക്യാബിനാണെന്നും തകരില്ല എന്നും വരെ പ്രചാരണമുണ്ടായി.
ഇതിൽ പലതും സമൂഹ മാധ്യമങ്ങളിൽ ആരൊക്കെയോ സൃഷ്ടിച്ചതാണ് എന്നും അവ മുഖ്യധാര മാധ്യമങ്ങളും ഏറ്റുപിടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നും ഇപ്പോൾ തെളിയുന്നു. വിനോദസഞ്ചാരമാക്കിയോ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ എന്നുവരെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചിലർ ഇതൊക്കെ പയറ്റാനുള്ള ശ്രമം നടത്തിയെന്നും മറ്റൊരു ആരോപണം ഉയരുകയാണ്. യാതൊരു കാര്യവും ഇല്ലാതിരുന്നിട്ടും ചിലർ വണ്ടിയും വിളിച്ച് അവിടേക്ക് പോയി. ഇതോടെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ 3 കിലോമീറ്റർ ദൂരത്തേക്ക് മാറ്റി നിർത്തേണ്ടി വന്നു പോലീസിന്. രക്ഷാപ്രവർത്തനത്തിന് എന്ന് പറഞ്ഞ് ചെന്നവരെ നിയന്ത്രിക്കലായി പോലീസിന്റെ അടുത്ത മണി. രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് കേരളത്തിലെ ജില്ലാ കളക്ടറുടെ പക്കൽ നിന്നും അനുമതി വാങ്ങി വരാനാണ് പോലീസ് കേരളത്തിൽ നിന്ന് ചെന്നവരോട് പറഞ്ഞത്. സ്ഥലത്തെക്കുറിച്ച് യാതൊരു പരിചയവും ഇല്ലാത്തവരാണ് രക്ഷാപ്രവർത്തനത്തിന് ശിരൂരിലേക്ക് പോയത്. പെരുമഴയായതിനാൽ തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് അവിടെ എത്തിയ ചിലർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയച്ചത്. പിന്നെ എന്തറിഞ്ഞിട്ടാണ് കുറ്റിയും പറിച്ച് അങ്ങോട്ട് പാഞ്ഞത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. കർണാടകയാണ് ശരിയെന്നും ചിലർ പറയുകയാണ്. ഇത്തരം ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് നേതൃത്വം നൽകുന്നത് സർക്കാരുകളാണ്. ഏതെങ്കിലും വ്യക്തികൾക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ച് അവർ പറയുന്നതുപോലെ ചെയ്യാൻ സർക്കാരുകൾക്ക് സാധിക്കുകയില്ല. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പോലും പിന്മാറിയ കുത്തൊഴുക്കുള്ള കലങ്ങിമറിഞ്ഞ നദിയിലാണ് ഇവിടെ നിന്ന് പോയ ചിലർ രക്ഷാപ്രവർത്തനം നടത്താമെന്ന് പറഞ്ഞത്. ഈ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി അടുത്ത തിരച്ചിൽ നടത്തേണ്ടി വരുമെന്ന് അറിയാമെന്നതിനാൽ ആരെയും പുഴയിലിറങ്ങാൻ കർണാടക അനുവദിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. അപകടം നടന്ന ആദ്യഘട്ടത്തിൽ ആലംഭാവം കാണിച്ചുവെങ്കിലും പിന്നീട് കർണാടക സ്വീകരിച്ച നിലപാടാണ് ശരിയെന്നാണ് സമൂഹ മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദ ഫലമെങ്കിലും ശിരൂരിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരിട്ടെത്തി. എന്നാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം നടന്ന കവളപ്പാറയിലും പുതുമലയിലും കേരളത്തിലെ മുഖ്യമന്ത്രി എത്തിയോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. പുതുമലയിലും കവളപ്പാറയിലും ഇപ്പോഴും നിരവധി പേരെ കണ്ടെത്തിക്കാനുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ചിലർ കർണാടകയിലേക്ക് പാഞ്ഞതും സമൂഹ മാധ്യമത്തിൽ ചിലരുടെ പോസ്റ്റുകളിൽ പറയുന്നു. എന്തായാലും സമൂഹ മാധ്യമം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. തൽക്കാലത്തേക്കെങ്കിലും ആ കുടുംബത്തെയും രഞ്ജിത്ത് ഇസ്രായേലിനെയും വെറുതെ വിടണമെന്നാണ് ആവശ്യം. കാരണം ആ കുടുംബം ഏറ്റവും വലിയ വൈകാരിക നിമിഷങ്ങൾ തന്നെയാണുള്ളത്. അവരുടെ സ്ഥാനം നിൽക്കുമ്പോൾ മാത്രമേ അവരുടെ വേദനയും വിഷമവും ഒക്കെ തന്നെ നമുക്കും ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഈ ഒരു നിമിഷമെങ്കിലും സൈബർ ആക്രമണം ആ കുടുംബത്തിന് മേൽ പതിക്കരുതേ എന്നാണ് ആ ഒരു അപേക്ഷ എല്ലാവർക്കും മുന്നിലുള്ളത്. എന്തായാലും രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്നവരും നിരവധിയായി മുന്നോട്ട് വരികയാണ്. രഞ്ജിത്ത് ഇസ്രായേൽ ഇതിനുശേഷം ഇതുവരെ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. അദ്ദേഹം എങ്ങനെ ആയിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം.